സൂപ്പർ പാടല്ലേ. വെള്ളടിക്കുന്ന സാധനം പെട്ടിയും പറയും. ആജില്ലേ അത്
ഇതാണ് ഞങ്ങൾ പറഞ്ഞ വൈക്കത്തെ സൈറ്റ്. എന്താ വൈബ് നോക്കും, നല്ല അടിപൊളി പാടം. പിന്നെ നമ്മളെ ക്ലൈൻറ്റിന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അത് നോക്ക്, പണ്ടത്തെ പെട്ടിയും പറയുന്നത് കാണണ്ട നമുക്ക്. കാണണ്ട. ഇതാണ് നമ്മളെ വീടിൻ്റെ മുതലാളി അനന്തു. അനന്തു എന്താണ് ശരിക്കും? അനന്തു കെ എൻ അല്ല, അനന്തു ഒരു പെൻസിൽ ആർട്ടിസ്റ്റ് ആണ് അല്ലേ? പെൻസിൽ ആർട്ടിസ്റ്റ് ആണ്. അനന്തുവിന് ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ഫേമസ് ആയിരുന്നു. പേജ് അത് ഫേസ്ബുക്ക് പേജ് അല്ലേ? ഇൻസ്റ്റാഗ്രാം പേജ്. പിന്നെ അനന്ത് ഭയങ്കര വൈറലാണ്. മറ്റേ ഇപ്പോൾ ഇവിടുത്തെ ഇതിലൊക്കെ വന്നിരുന്നില്ലേ, റേഡിയോ FM വന്നിരുന്നില്ലേ? പക്ഷെ അങ്ങനെ പറയുമ്പോൾ ആർക്കും അറിയണ്ടാവില്ല അല്ലേ? പിന്നെ ഇനി ഫേസ് ആർക്കും പബ്ലിസിറ്റി ചെയ്തിട്ടില്ലല്ലോ. എന്നാൽ നമുക്ക് വീട് കാണിച്ചു കൊടുക്കുക. എല്ലാവർക്കും വീടിൻ്റെ അപ്ഡേറ്റ് അറിയണ്ടല്ലോ അല്ലേ? വേറെ ആൾക്കാർക്ക് അറിയണ്ട. ഇത് വേറെ മൂപ്പരുണ്ട്. സൈറ്റിലെ അപ്ഡേഷൻസ് കാണിച്ചു കൊടുക്കുക. അത് നമ്മൾ എത്ര ദിവസമായി ഉണ്ടാവും ഇപ്പോൾ തുടങ്ങിയിട്ട്? നമ്മൾ 19-ാം തീയതി തുടങ്ങിയത് അല്ലേ? ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് 2000 സ്ക്വയർ ഫീറ്റിന് എത്ര ടൈമേ പറഞ്ഞത്? ഫെബ്രുവരിയിലേക്ക് ആവുള്ളൂ. അതല്ല, വർക്ക് ചെയ്യാൻ 2000 സ്ക്വയർ ഫീറ്റിന് 2 മാസമല്ലേ പറഞ്ഞത്? 2 മാസം. ഇപ്പോൾ ഇന്നേക്ക് 14 ദിവസം ആയിട്ടുള്ളൂ. 14 ദിവസത്തെ അപ്ഡേറ്റാണ് കാണിക്കുന്നത് കേട്ടോ. ക്യാമറമാൻ ഞങ്ങളിവിടെ ഓടി അല്ലെങ്കിൽ നടക്കില്ല. കുറച്ചും കൂടെയൊക്കെ ഉണ്ട്. ഇത് സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് കഴിഞ്ഞ് നേരെ കയറി ചെല്ലുന്ന ഹാളിലേക്കാണ്. വലിയ ഹാളാണ്, അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ആൾക്കാർക്ക് ഈ കോൺക്രീറ്റ് വാളിൽ വീട് വയ്ക്കുമ്പോൾ ചെറിയ സംശയങ്ങളുണ്ട്. 12 റൂം അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ. ഇത് ഏകദേശം 5 മീറ്റർ വൈഡും 6 മീറ്റർ ലെങ്ത്തുള്ള ഹാളാണ്. ഇതല്ലേ അന്റെ മാസ്റ്റർ ബെഡ്റൂം? ഇതാണ് മെയിൻ ബെഡ്റൂം. ഇങ്ങോട്ട് വന്നോ? മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വന്നോ? ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഏകദേശം ഒരു 4 മീറ്റർ ലെങ്ത്, ഒരു 3.5 മീറ്റർ വൈഡ്. 12 അടിയിനേക്കാളൊക്കെ ഒരുപാട് ലെങ്ത് കൂടുതലുണ്ട്. അവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരും. ഏകദേശം നമ്മൾ ചുമരായി. നമുക്ക് 2000 സ്ക്വയർ ഫീറ്റ് നമ്മൾ സാധാരണ പണിത് 2 മാസം. പക്ഷേ ഇത് നമ്മൾ കറക്റ്റ് 1 മാസം കൊണ്ട് ചുമരിൻ്റെ വർക്ക് തീർക്കും. 1 മാസം കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലായി ചെയ്യും. അത് 2ാമത്തെ ബെഡ്റൂം. ഇത് 2nd ബെഡ്റൂം. ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ഇവരൊക്കെ എന്തെങ്കിലും ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത്. ഇവിടെ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത് ഫുള്ളായിട്ട് 7 അടിയിൽ ഗ്ലാസ് ആണ് വരുന്നത്. അത് കാരണമാണ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. 7 അടിയുടെ മുകളിലേക്ക് മാത്രമേ ചുമര് വരുന്നത്. ഫുൾ ഫിക്സഡ് ഗ്ലാസ്സാണ് കൊടുക്കുന്നത് എല്ലാ ബെഡ്റൂമിനും. 3 ബെഡ്റൂമിനും ഫിക്സഡ് ഗ്ലാസ്സാണ് ഫ്രണ്ടിൽ കൊടുക്കുന്നത്. ഇനി അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളേൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാ ഇലക്ട്രിക്കൽ പോയിൻറ്റ്സും ഇത് TV യൂണിറ്റിനുള്ളതാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ ഇലക്ട്രിക്കൽ പോയിൻറ്റ്സും നമ്മൾ ഓൾറെഡി കമ്പനിയിൽ കൊടുത്തിട്ടുണ്ട്. തള്ളി മാറ്റാൻ ജയരാജ് ഉണ്ടെങ്കിൽ ജയരാജ് ചോദിച്ചു വായിക്കും. കോൺക്രീറ്റ് കൂടുന്നതിനേക്കാളും കൂടുന്നതിനേക്കാളും നല്ല തള്ളാണെന്നാണ്. നമ്മളിപ്പോ 14ാമത്തെ ദിവസം നമ്മളെ വീട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഞങ്ങളൊരു ഏകദേശം 2 ആഴ്ച കൊണ്ട് ഞങ്ങളിത് ഫുള്ള് ഫിനിഷാക്കും. മെയിൻ സ്ലാബിന്റെ പണി തുടങ്ങും. അടുത്ത സൈറ്റിലേക്ക് പോകാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് വേഗം തീർക്കേണ്ടതുണ്ട്. ഇപ്പൊ 2200 ആണെന്നുണ്ടെങ്കിൽ അടുത്ത സൈറ്റിലേക്ക് എടുക്കേണ്ട 3000 ഞങ്ങൾക്ക് 6000 കിട്ടിയാൽ ഞങ്ങൾ ചെയ്യും. 6000 നമ്മൾ കിട്ടിയിട്ട് വേണ്ട പറഞ്ഞ ഒഴിവാണ്. നമ്മൾ ഈ വീടിൻ്റെ DB ബോക്സ് വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഇൻവേർട്ടറിന് ഒരു പോയിന്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു 4 പൈപ്പ് പോയിട്ടുണ്ട്. ഈ 4 പൈപ്പും ക്യാമറേൻ്റെ പൈപ്പ് അല്ലേ? ഇത് ക്യാമറയ്ക്ക് ഇട്ട് കൊടുത്തല്ലേ? നമ്മൾ ക്യാമറയ്ക്ക് ഇട്ട് കൊടുത്താണ്. അപ്പോൾ ഇലക്ട്രിക്കൽ മാത്രമല്ല, ക്യാമറ അങ്ങനെ ചുമരിൽ പോണ കംപ്ലീറ്റ്, അതായത് 100% നമുക്ക് ആ ചെയ്യണ സമയത്ത് തന്നെ കറക്റ്റായിട്ട് പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ സ്ഥലത്തും, അതായത് വേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് പോയിന്റുകളെല്ലാം ഇപ്പം തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം 2ാമത് പോയിന്റ് ചെയ്യുന്ന സമയത്ത്
പൊട്ടിപ്പൊളിക്കേണ്ട ഒരു ആവശ്യമില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ജനല് ഇതാണ് ഞങ്ങളുടെ ജനല്. ടാറ്റ സ്റ്റീലിൻ്റെ 4 കള്ളി ജനലാണ്. സാധാരണ നോർമൽ വീടിന് 3 കള്ളി ഉണ്ടാവുക, അത് 4 കള്ളി ജനലാണ്. അത് കോൺക്രീറ്റ് ചെയ്യണ സമയത്ത് ഇത് കാണിച്ചു കൊടുക്കും. കോൺക്രീറ്റ് ചെയ്യണ സമയത്ത് ഇതേപോലെ ആ ജനലിൻ്റെ ഗ്യാപ്പിൻ്റെ ഉള്ളിലും കൂടി കോൺക്രീറ്റ് ഫില്ലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ എല്ലാ റൂംസിൻ്റെയും ഔട്ട് സൈഡായിട്ട് ഒരു 1 മീറ്ററിലൊരു വരാന്ത പോലെ വരുന്നുണ്ട്. അതിനാണ് ഈ പുറത്തേക്കുള്ള ഈ സ്റ്റെപ്പ്. അപ്പോൾ നമ്മളെ മെയിൻ സ്ലാബ് ഏകദേശം ആ 1 മീറ്ററിൻ്റെ എബവ് ആയിട്ടായിരിക്കും നിൽക്കുക. അതിപ്പോൾ എല്ലാ ഇതും ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൻ്റെ ഒക്കെ പുറത്തേക്കുണ്ട്. അത് കാരണം കൊണ്ടാണ് ഇതിനൊന്നും ജനലിന് സൺഷെയ്ഡ് ഇടാത്തത്. കാരണം മെയിൻ സ്ലാബ് തന്നെ 1 മീറ്ററും 10 സെൻറ്റിമീറ്ററായിട്ട് തള്ളിയിടാൻ വേണ്ടി ഉള്ളതാണ്. നമ്മളിതിൽ മെയിൻ സ്ലാബ് കൂടുതലായിട്ട് തള്ളുന്നത് കൊണ്ട് നമ്മൾ എല്ലാ വീടിൻ്റെയും നമ്മളുടെ മെഷർ ചെയ്യുന്നത് മെയിൻ സ്ലാബിൻ്റെ സ്ക്വയർ ഫീറ്റാണ്. നമ്മൾ നോർമൽ രീതിയിൽ വീട് ചെയ്യുമ്പോൾ 8 ഇഞ്ചാണ് ചാട്ടം ഉണ്ടായിരിക്കുക. അപ്പോൾ 8 ഇഞ്ച് ചാട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നോർമൽ. അപ്പോൾ ഇപ്പോൾ എല്ലാ ആൾക്കാരും ഇതേപോലെ ഒരുപാട് പ്രൊജക്ഷൻ ചെയ്യുകൊണ്ടാണ് നമ്മൾ മെയിൻ സ്ലാബ് മെഷർ ചെയ്യണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കും കുഴപ്പമില്ല, നമുക്കും കുഴപ്പമില്ല. നമ്മൾ അവർ പറയണ അത്രയും തള്ളിയിടുന്നത് കൊണ്ട് നമുക്കൊരു ഇഷ്യൂ വരുന്നില്ല. കാരണം സൺഷെയ്ഡ് 2 ഇഞ്ച് ഇടുന്ന പോലെയല്ല. മെയിൻ സ്ലാബ് ഇടുമ്പോൾ അത് 4 ഇഞ്ചിൽ 1 മീറ്റർ തള്ളിയിടുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എക്സ്പെൻസ് ആയിരിക്കും. ഇത് ഇവിടുത്തെ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ളതാണ്. അവിടെ നമ്മൾ ഗ്രില്ലാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് കണ്ട അതേപോലെ തന്നെ ബാക്കിലും ഏകദേശം ഫുൾ ഗ്ലാസ്സാണ് വരിക ഹാളിൻ്റെ. ബാക്കി ഏകദേശം ചുമരുകളായിട്ടുണ്ട്. ഇനി ഇടയിൽ കുറച്ച് ചുമരും കുറച്ച് വർക്കുകളും കൂടി ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 15-20 ദിവസം കൊണ്ട് ഈ വീടിൻ്റെ ചുമരിൻ്റെ വർക്ക് തീരും. 2200 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത്. അവിടെ ഇപ്പോൾ കാണുന്നത് മണി കഷ്ടപ്പെട്ടിട്ട് നമ്മൾ അച്ഛനോട് ഹിന്ദി സംസാരിക്കാനാണ്. അപ്പോൾ ലൈറ്റിൻ്റെ പോയിൻ്റൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മണിയെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. മനസ്സിലായില്ലേ? ഇനി മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജയരാജനോട് ചോദിച്ചോ. എന്നാ മതി. ഇതാണ് കിച്ചൺ വിൻഡോ വരുന്നത്. ഈ ഒരു ഇതിൽ ഷീറ്റിലാണ് കിച്ചൺ വിൻഡോ വരിക. പോർഷനിലാണ് കിച്ചൺ വരുന്നത്. नीचे देखो बढ़िया हाँ ओके कामों तक भी तो आगे लो है കോൺക്രീറ്റിൽ വാള് വെക്കുമ്പോൾ കമ്പി എത്ര ഇടുകയെന്ന് ചോദിക്കുന്ന ആൾക്കാർക്കോട് ഇതാണ്.
അതായത് ഇപ്പോൾ ഈ ഒരു ചുമരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഏരിയയിൽ അടിയിൽ ചുമരില്ല. നമ്മൾ സാധാരണ ലിൻഡൽ അടിക്കുന്ന പോലെ റിങ് അടിച്ചിട്ടാണ് ചെയ്യാറ്. റിങ് അടിച്ച് 3 ലെയർ കമ്പി റിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്കുള്ള ഡബിൾ ലെയർ ആയിട്ടാണ്. സാധാരണ ഈ വയ്ക്കുന്ന കമ്പി നമ്മളൊരു 20 ഇഞ്ച് അകലത്തിലാണ് സാധാ ചുമരിന് വയ്ക്കുക. ഇത് അടിയിൽ ചുമരില്ലാത്ത കാരണം കൊണ്ട് ഡബിൾ നെറ്റ് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് ഇപ്പോൾ അത് നമ്മളെ 10 അടി ഹൈറ്റാണ്. നമുക്ക് 10 അടി ഹൈറ്റും ആവണ സമയത്ത് സെയിം ഇത് തന്നെയാണ് ഇതിന് സൺഷെയ്ഡും വാർക്കുക. കോൺക്രീറ്റിൽ വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയ കമൻറ്റ് വരുന്നത് ചുട്ട് പൊള്ളി വീട്ടിലിരിക്കാൻ പറ്റില്ല എന്നാണ്. അതായത് പഴം പുഴുങ്ങണ പോലെയെന്നൊക്കെയാണ് ആൾക്കാർ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിക്സ് കൊണ്ട് ചെയ്യുമ്പോഴും ഇതേ മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മളത് നേരിട്ടിട്ട് ബ്രിക്സ് വേറൊരു ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് കൊടുന്ന് ഫിറ്റ് ചെയ്യണം. നമ്മളത് നേരിട്ടിട്ട് സൈറ്റിലിരുന്ന് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചൂട് ബ്രിക്സിന് ഇതിനും കമ്പാരിറ്റീവ്ലി കറക്റ്റായിരിക്കും. പിന്നെ കല്ലിൽ വീട് വയ്ക്കുന്ന ആൾക്കാർക്ക് അത് ശരിയാണ്. കല്ലാകുമ്പോൾ വെട്ടുകല്ലാവുന്ന സമയത്ത് ചൂട് കുറച്ച് കമ്മിയാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കല്ല് അത്ര പെട്ടെന്ന് ഹീറ്റാവില്ല. പിന്നെ അത് കൂടാണ്ട് കല്ല് 8 ഇഞ്ചാണ് കനം വരുന്നത്. 8 ഇഞ്ച് കനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കല്ല് ചൂടാവാം, ഇത് കമ്മിയാണ്. എങ്ങനെ കഴിഞ്ഞാലും മെയിൻ സ്ലാബ് എന്നാണ് ചൂട് വീടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത്. അത് കല്ലിൽ ചെയ്താലും എന്തിൽ ചെയ്ത് കഴിഞ്ഞാലും ചൂടിറങ്ങും. കാരണം ഈ വീടിൻ്റെ ഒരു ചുമരിങ്ങനെ ചൂടായാലേ ഉള്ളൂ, എല്ലാ ചുമരും ഒരിക്കലും ചൂടാവില്ല. ഈ 4 ഇഞ്ച് ചുമരാക്കിയ കാരണം കൊണ്ട് ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 100 സ്ക്വയർ ഫീറ്റോളം നമുക്ക് കമ്മിയാക്കാൻ പറ്റും. എങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കല്ലിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 8 ഇഞ്ച് വണ്ണം വരുത്, 4 ഇഞ്ച് വരുള്ളൂ. അപ്പോൾ റൂമിൻ്റെ കെട്ടിനനുസരിച്ചിട്ട് എല്ലാ ചുമരിൻ്റെയും തിക്നെസ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന സമയത്ത് ഏകദേശം 200 സ്ക്വയർ ഫീറ്റ് അധികമായിരിക്കും. നമ്മളതിൽ ചെയ്യുമ്പോൾ 100 സ്ക്വയർ ഫീറ്റേ വരുള്ളൂ. ഒരു നോർമലൊരു വീട് ഫുൾ ഫിനിഷ് നോർമൽ രീതിയിലാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് 2000 രൂപ വേണം. അങ്ങനെ നോക്കുമ്പോൾ 100 സ്ക്വയർ ഫീറ്റിന് ഏകദേശം 2 ലക്ഷം രൂപ വരുന്നുണ്ട്. ആ 2 ലക്ഷം രൂപ മേടിക്കുന്ന കോൺട്രാക്ടർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, താമസിക്കുന്ന നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചുമരാണ്. പിന്നെ ആകെ ഉപയോഗിക്കാൻ പറ്റുന്നത് മുകളിൽ ഓപ്പൺ ടെറസിൽ തുണി എന്തെങ്കിലും കൊണ്ടുപോയി തോരിടാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കോൺക്രീറ്റിൽ വീട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു 100 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ 2 ലക്ഷം രൂപ, അതും ലാഭം തന്നെയാണ്. ഇപ്പോൾ ഇത് ഈ ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. സാധാരണ ഒരു വീട് ചെയ്യുന്ന സമയത്ത് ബാത്റൂം എല്ലാവരും പ്രശ്നമാണ് ലീക്കേജ് വരുന്നുള്ളത്. ഇപ്പോൾ കോൺക്രീറ്റ് വളമായ കാരണം കൊണ്ട് ആ ഒരു പേടിയും പേടിക്കണ്ട. ഇപ്പോൾ കല്ലിൽ ചെയ്യുന്ന ആൾക്കാർ വരെ കല്ലിൻ്റെ ഒരു സൈഡിൽ ഒരു 2 ഇഞ്ച് തിക്നെസ്സിൽ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിൽ ടൈൽസ് ഒട്ടിക്കുന്നത്. കാരണം ഫ്യൂച്ചറിൽ ലീക്കേജ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്രിക്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് ബ്രിക്സിൻ്റെ പോലെ ഒരിക്കലല്ല നമ്മൾ അൾട്രാടെക്കിൻ്റെ സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് സാധാരണ മെയിൻ സ്ലാബിന് കൂട്ടുന്ന അതേപോലെ 1, 2, 3 എന്നുള്ള രീതിയിലാണ് ചുമരിന് മിക്സ് ചെയ്യണത്. അപ്പോൾ മെയിൻ സ്ലാബിൻ്റെ അത്രയും സ്ട്രെങ്ത്ത് ചുമരിനും ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വാട്ടർ പ്രൂഫ് ചെയ്യുക, അല്ലെങ്കിൽ ആദ്യം വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലീക്കേജും ബാത്റൂമിന് വരില്ല. ഒരു പൂപ്പലോ ഫംഗസോ ഒന്നും പുറത്തേക്ക് എടുക്കില്ല. കാരണം ഇത് കോൺക്രീറ്റ് ആയ കാരണം കൊണ്ട് തന്നെ. സാധാരണ വീട് ചെയ്യുന്ന ആൾക്കാർക്ക് ഓരോ ദിവസം പുതിയ പുതിയ മെത്തേഡുകൾ വരികയാണ്, പുതിയ പുതിയ പൈസയുടെ ചിലവും വരികയാണ്. ഇപ്പോൾ തറയുടെ മുകളിൽ ആദ്യം നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യണം. അതിന് ശേഷം തറയുടെ മുകളിൽ ഈർപ്പം മുകളിലേക്ക് പിടിക്കാണ്ടിരിക്കാനായിട്ട് അതിന് നല്ലൊരു കോസ്റ്റ് വരും. പിന്നെ ജനൽ എല്ലാ സാധനങ്ങളും ചെതൽ പിടിക്കാണ്ടിരിക്കാനായിട്ട് ചെതലിനടിക്കണം മരുന്ന്. ഇങ്ങനെ ചെയ്യണ സമയത്ത് ഇതിൻ്റെ ഒന്നിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഈ വീട് മൊത്തം കോൺക്രീറ്റ് ആയ കാരണം കൊണ്ട് ചെതലൊരിക്കലും കയറില്ല. പിന്നെ ചുമര് നമ്മൾ സ്ലാബ് സിസ്റ്റത്തിൽ ചെയ്യുകൊണ്ട് ലീക്ക് കൊടുക്കാൻ പോകുന്നില്ല. കാരണം അങ്ങനെ ലീക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ വീടിൻ്റെ മെയിൻ സ്ലാബും ലീക്കാവണം. കാരണം മെയിൻ സ്ലാബ് 4 ഇഞ്ച് തിക്നെസ് ആണല്ലോ. നമ്മളെ വീട്ടിൽ എത്ര മഴ പെയ്ത് കഴിഞ്ഞാലും മെയിൻ സ്ലാബിൻ്റെ മുകളിൽ നിന്ന് വെള്ളം താഴത്തേക്ക് വരുന്നില്ലല്ലോ. അതേപോലെ ചുമരായിരിക്കുമ്പോൾ ആലോചിച്ച് നോക്കും, ചുമരിന് ഒരിക്കലും ലീക്ക് വരില്ല. അപ്പോൾ വാട്ടർ പ്രൂഫും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. ഇതിന് ചെതലിന് അടിക്കേണ്ട മരുന്നും വേണ്ട. പിന്നെ ടാറ്റ സ്റ്റീലിൻ്റെ വിൻഡോ ആയ കാരണം കൊണ്ട് ഏകദേശം
മെയിൻ സ്ലാബാണ്, അൾട്രാടെക്കാണ് സിമെൻറ്റ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മളെ വൈക്കത്തെ വീടിൻ്റെ മെയിൻ സ്ലാബാണ്. 2200 സ്ക്വയർ ഫീറ്റാണ് കറക്റ്റായിട്ടുള്ളത്. നമ്മൾ മെയിൻ സ്ലാബിനും ഈ വീടിൻ്റെ ചുമരിനും എല്ലാം അൾട്രാടെക് സിമെൻറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ട്. മുതലാളിക്ക് ഫസ്റ്റ് ചട്ടിയിലുള്ള ഇതുണ്ടാവും തോന്നണില്ല. കാരണം അർബാനായ കാരണം കൊണ്ടേ അത് അവരെന്നെ കൊണ്ട് അതിന് വേണമെങ്കിൽ കണക്ക് വേണമെങ്കിൽ തള്ളി കൊടുത്തിട്ട് അതിൽ കൊണ്ട് കേട്ടോ. അല്ലെ ചില വീട്ടുകാർക്ക് ഇടുന്ന നിർബന്ധം ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് വേണമെങ്കിൽ അർബാന തള്ളിയിട്ട് നടുക്കട്ടത് അല്ലേ? മണി വാർപ്പാരൊക്കെ നിർത്തി നമ്മൾ മാത്രം എപ്പോഴും മഴക്കുന്നത് കേട്ടോ. പക്ഷേ ഇവര് പല സ്ഥലത്തുനിന്ന് പല ആൾക്കാരും വിളിക്കുമ്പോൾ ഇവരൊക്കെ നാട്ടിലത്തെ ആൾക്കാർ ഇവർ പെർഫെക്റ്റാണ്. അപ്പം നമ്മളിവിടെ 10-25,000 റുപ്യ കൂലി കൊടുത്തിട്ട് അത് വാർക്കേൽപ്പിച്ചത്. ഈ നിരത്താൻ തന്നെ നമ്മളൊരാളെ ഏൽപ്പിച്ചിരുന്നു അല്ലേ? ഓൻ്റെ മഷി ഒരു പെട്ട് കാണാനില്ല. ഇനിയിപ്പോൾ നമ്മൾ നിരത്തില്ലാന്നുണ്ടെങ്കിൽ നമുക്കിട്ട് പോകാൻ പറ്റുമോ? കാരണം നമ്മളെടുത്ത വീടല്ലേ. ഓർക്കാണെങ്കിൽ പൈസ ഞാൻ ആദ്യം കൊടുക്കുകയും ചെയ്തു ഇല്ലേ? സത്യം പറഞ്ഞാൽ അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഇനിയിപ്പോൾ ആകെ ഉള്ളൊരു ഇതെന്ന് വെച്ചാൽ ബിരിയാണി കൊടുക്കാണ്ട് ഇരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ പണിയും കൂടി കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ബിരിയാണി കൊടുത്താൽ എന്നുള്ള വീടിൻ്റെ ഉടമസ്ഥനോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടാണ് ചെയ്യണം. അപ്പോൾ കരാറുകാരൻ പറഞ്ഞതിൻ്റെ 1 ഉറുപ്പ്യ കമ്മിയാക്കിയിട്ടില്ല. ഈ വീട് കോൺക്രീറ്റ് ചെയ്യാൻ മൊത്തം 25,000 റുപ്യാണ് ആൾ പറഞ്ഞത്. 23 പിന്നെ നിരത്തിലാരന് എത്ര 2000. ഇപ്പോൾ ആ നിരത്തിലാരനാണ് ഇത് കണ്ടാവും. ഇതൊക്കെ ഞങ്ങൾ ആൾക്കാരാണ്. ഇപ്പം ഞങ്ങൾ നിരത്തേണ്ട അവസ്ഥയത്. 4000 എവിടെ നായ ഒതുക്കണത്? 4000 മതി ഇന്ന്. ഇത് അമ്മു കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നാട്ടിലത്തെ അവസ്ഥ. ഇവരെ വിചാരം എല്ലാ പണിക്കാരും എന്നോട് ചോദിക്കേ ഞങ്ങളെ നാട്ടിൽ നിന്ന് പണിക്കാരെ തരാന്ന്. ഏത് നമ്മളെ കട്ട ഷീറ്റ് ഒരൊറ്റ ഷീറ്റ് പൊക്കിയാൽ മതി. പിന്നെ ഓനെ മഷിട്ട് തിരഞ്ഞാൽ ഈ ആൾക്കാർ കാണൂല. നമ്മൾ ഈ ചാനലിൽ എത്രയോ ആൾക്കാർ എൻജിനീയേഴ്സ് ആണെങ്കിലും ശരി ഇവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട്. 9 മാസമായി നമ്മൾ ഈ പണി തുടങ്ങിയിട്ട്. നമ്മളീ പറഞ്ഞ റേറ്റിന് ഈ രീതിയിൽ ചെയ്തു കൊടുക്കാൻ ഒരാൾ ഇതുവരെ മുന്നിട്ട് ഇറങ്ങിയിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയതിൽ ഒന്നും കിട്ടില്ല എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചായക്കട ഇട്ടിട്ടേ മണിയാ ഇത്തിരി കച്ചവടം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേറെ ആൾക്കാരാണ് നമ്മളെ നാട്ടുകാർ കേരളക്കാർ.
ഇപ്പോൾ ഈ കോൺക്രീറ്റ് വീട് വെക്കുമ്പോൾ എന്നിട്ട് ആൾക്കാർ ചോദിക്കുന്നത് ചുമരിന് ബലം ഉണ്ടോ? ഇതൊക്കെ ഈ ഫേസ്ബുക്കത്തെ ഇൻസ്റ്റാഗ്രാമിലെ കമൻറ്റ് കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ തല തല്ലി പൊളിച്ചു പോകും. നമ്മൾ ചെയ്തൊരു വീട് വന്ന് കണ്ടിട്ടൊന്നുമല്ല ഇവർ ഈ കമൻറ്റ് ഇടുന്നത്. ഇത് 2200 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. ഇതിൻ്റെ ഹാളൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട്. വേണമെന്നുള്ള ആൾക്കാർക്ക് വൈക്കം വന്നിട്ട് കാണാം അല്ലേ? ഇനി ബ്രഹ്മമംഗലത്താണ്. അതേപോലെ ഞങ്ങൾ പള്ളിക്കത്തോടൊരു വീട് ചെയ്യുന്നുണ്ട്, 3000 സ്ക്വയർ ഫീറ്റാണ്. ഇതേ 4 ഇഞ്ച് ചുമരിൽ ഞങ്ങൾ ചെയ്യണത്. ഇതിനേക്കാളും വലിയ ഹാളാണ് അവിടെ. അങ്ങനെ വൈക്കത്തെ വീടിൻ്റെ കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞു. മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല സുഖമായിരുന്നു. ഇന്നലെ ആയിരുന്നു നമ്മളെ മെയിൻ സ്ലാബ് എല്ലാം കഴിഞ്ഞ് രാവിലെ നനയൊക്കെ കഴിഞ്ഞ് ബണ്ട് കെട്ടിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ ദിവസം ഇന്ന് എത്രാം തീയതി അറിയോ? ഇന്ന് 19. മണി ഫസ്റ്റ് സൈറ്റിലേക്ക് വന്ന എത്രാം തീയതിയാണ്? 19 തീയതി. 2 മാസം മുന്നേ. അതിൽ 12 ലീവുണ്ട്. അങ്ങനെ നമ്മൾ വൈക്കത്തെ ഇപ്പോഴത്തെ ഏകദേശം വർക്ക് തീർന്നു. ഇനി 14 ദിവസം കഴിഞ്ഞാൽ ഈ ജാക്കി സ്പാന കോരിയെടുക്കാൻ വരണം. വൈക്കത്തെ വീട് പൊളിച്ചോ? കഴിഞ്ഞടാ? നാളത്തോട് പൊളിച്ചു കഴിയും അല്ലേ? ഇതിൻ്റെ സിറ്റ് ഔട്ടിൽ നമ്മളൊരു കറവാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പാരപ്പറ്റും കൂടി കറവിൽ വന്നു കഴിഞ്ഞാൽ കാണാം, നല്ല ലുക്കായിരിക്കും. ആയതുകൊണ്ടൊന്നും കാണില്ല. ഇത്രയും ഓപ്പൺ ആക്കിയിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ വിളിച്ചല്ല അല്ലേ? ഇവിടേക്ക് അത് ഫുൾ ഓപ്പൺ ആണ്. എന്നിട്ട് തന്നെ ഈ വീടിൻ്റെ ഉള്ളിൽ കിച്ചണിൽ ഇത് ഓപ്പൺ ആണ്. ഡൈനിങ് ഹാളിൽ മുകളിൽ ഇത്രയും ഓപ്പണിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും കൂടി വെളിച്ചം വളരെ കമ്മിയാണ്. പിന്നെ ഇതിലൂടെ നല്ല മരങ്ങളും ഇതുണ്ടാവുകൊണ്ടാവും. ഔട്ട് സൈഡ് ഫുള്ള് മരങ്ങളാണ്.
ഇതിപ്പോൾ നമ്മൾ 14 ദിവസം വെള്ളം കെട്ടി നിർത്തി വെള്ളമെല്ലാം പൊട്ടിച്ചതിന് ശേഷമാണ് ഇപ്പം ഇന്ന് ജാക്കീസ് പാനെല്ലാം അഴിക്കുന്നത്. അങ്ങനെയാണ് കരവ് വരുന്നത് സിറ്റ് ഔട്ടിൻ്റെ. പിന്നെ ഇതിൻ്റെ അടിയിലൊരു കോട്ടിയാട് പോലെ ഒരു സ്പേസാണ്. അപ്പോൾ ഇത് ഗ്ലാസ് ഇട്ടിട്ട് കവർ ചെയ്യുകയുള്ളൂ. $2200 സ്ക്വയർ ഫീറ്റുള്ള വീടാണ് ഇത്. ഇപ്പോൾ ഈ നടുക്ക് കാണുന്നത് ഉണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ഹാൾ. അടിയിലത്തെ വീഡിയോയിൽ കണ്ടറിയാം. ഇനി ആൾക്കാർക്ക് സംശയം ഉണ്ടാവും 4 ഇഞ്ചിൻ്റെ മുകളിൽ ഇത്രയും വലിയ ഹാളൊക്കെ ചെയ്താൽ തരിപ്പുണ്ടാവുമല്ലേ എന്നുള്ളത്. നേരിട്ട് ഇതിൻ്റെ മുകളിൽ വന്ന് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കല്ലിൽ ചെയ്തതിനേക്കാളും സ്ട്രെങ്ത്ത് കൂടുതലാണ്.